ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലും ദക്ഷിണാഫ്രിക്കൻ യാത്രയ്ക്ക് അവസാനമായി. പതിവ് പോലെ നിർണായക മത്സരത്തിൽ പ്രോട്ടി സംഘം കളിമറന്നു. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ പോലെ പൊരുതിയ ഡേവിഡ് മില്ലറുടെ പ്രകടനം ബാക്കിയായി. 1998 ഹാൻസി ക്രോണിയ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നൽകിയതാണ്. പക്ഷേ വീണ്ടുമൊരു അന്താരാഷ്ട്ര കിരീടത്തിനായി പ്രോട്ടി സംഘം കാത്തിരിപ്പ് തുടരണം. വെറുതെ തോറ്റു പുറത്തായവരല്ല ദക്ഷിണാഫ്രിക്കൻ ടീം. ക്രിക്കറ്റ് നിലനിൽക്കുന്ന കാലത്തോളം മാഞ്ഞുപോകാത്ത നിമിഷങ്ങൾ അവരുടെ ചരിത്രത്തിലുണ്ട്. ഹെർഷലെ ഗിബ്സ് കൈവിട്ട ക്യാച്ച് വിധിയെഴുതിയ ലോകകപ്പ്, നാടകീയ റണ്ണൌട്ടിന് ശേഷം അലൻ ഡൊണാൾഡ് കരഞ്ഞു തീർത്ത രാത്രി, അവസാനമില്ലാതെ തുടരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ദുരന്ത ചിത്രങ്ങൾ. ICCയുടെ ഏത് ടൂർണമെന്റിനെത്തുമ്പോഴും ശക്തമായ നിരയെ അയക്കാൻ ദക്ഷിണാഫ്രിക്ക മടി കാണിക്കില്ല. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനങ്ങൾ നടത്തും. ഒടുവിൽ നിർഭാഗ്യത്തിന്റെ കാലിൽ തട്ടി വീഴും. ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ വർണ്ണവിവേചനത്തിന്റെ ഇരുണ്ടയറകളിൽ നിന്ന് 1991 പ്രോട്ടീസ് ക്രിക്കറ്റ് മോചനം നേടി. തൊട്ടടുത്ത വർഷം ദക്ഷിണാഫ്രിക്കൻ ടീം ആദ്യമായി ലോകകപ്പിനെത്തി. കെപ്ലർ വെസൽസിന്റെ നേതൃത്വത്തിൽ ശക്തമായി മത്സരിച്ചു. പക്ഷേ സെമിയിൽ മഴ നിയമത്തിൽ കുരുങ്ങി പുറത്തേക്ക്. 1999 ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ എക്കാലവും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ജനിച്ച വർഷം. ഹാൻസി ക്രോണിയയുടെ ടീം ലോകകപ്പിനെത്തി. സൂപ്പർ 6-ലെ അവസാന മത്സരം. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ. ദക്ഷിണാഫ്രിക്ക സെമി ഉറപ്പിച്ചിരുന്നെങ്കിലും ഓസ്ട്രേലിയയ്ക്ക് മത്സരം നിർണായകമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഹെർഷലെ ഗിബ്സിന്റെ സെഞ്ചുറി മികവിൽ 7 വിക്കറ്റിന് 271 റൺസ് എടുത്തു. മറുപടി പറഞ്ഞ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ 3-48. ക്യാപ്റ്റൻ സ്റ്റീവോ രക്ഷകനായെത്തി. ബോയുടെ സ്കോർ 56 നിൽക്കെ മിഡ് വിക്കറ്റിൽ നൽകിയ ക്യാച്ചെടുത്ത ഗിബ്സ് ആവേശത്തിൽ മുകളിലേക്ക് എറിയുന്നതിനിടെ കയ്യിൽ നിന്ന് ചോർന്നു. ഗിബ്സ് നിലത്തിട്ടത് ക്യാച്ചല്ല, ലോകകപ്പാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ജീവൻ തിരിച്ചു ലഭിച്ച സ്റ്റീവോ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്നു. ഓസ്ട്രേലിയ ലോകകപ്പിന്റെ സെമിയിലേക്ക്. ഗിബ്സ് നഷ്ടമാക്കിയ ക്യാച്ചിന്റെ വിലയെറിഞ്ഞത് സെമിയിലാണ്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും വീണ്ടും നേർക്കുനേർ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 213 റൺസിൽ എല്ലാവരും പുറത്തായി. മറുപടി പറഞ്ഞ ദക്ഷിണാഫ്രിക്കയും ബാറ്റിംഗ് തകർച്ച നേരിട്ടു. ഒടുവിൽ 49 ഓവറിൽ 9-ന് 205 റൺസിലെത്തി. അവസാന ഓവറിലെ ആദ്യ 2 പന്തും 4 അടിച്ച് ലാൻസ് ക്ലൂസനർ സ്കോർനില തുല്യമാക്കി. ഓസീസ് നായകൻ സ്റ്റീവോ സഹതാരങ്ങളെ ഉപദേശിച്ചു. എതിരാളികൾ ഉയർത്തിയടിച്ച് ജയിച്ചാൽ പ്രശ്നമില്ല, സിംഗിൾ എടുത്തോ ബൗണ്ടറി നേടിയോ വിജയിക്കരുത്. അങ്ങനെ 11 താരങ്ങളും 30 യാർഡ് സർക്കിളിനുള്ളിൽ ഫീൽഡിങ്ങിന് അണിനിരന്നു. 3-ാം പന്തിൽ റൺസ് ഇല്ല. 4-ാം പന്തിൽ ക്ലൂസനർ അടിച്ച പന്ത് മിഡ് ഓഫിലേക്ക് നീങ്ങി. ക്ലൂസനർ റണ്ണിനായി ഓടിയപ്പോൾ അലൻ ഡൊണാൾഡ് ഓടിയില്ല. ക്ലൂസനർ ഓടിയെത്തിയത് കണ്ട് ഡൊണാൾഡ് റണ്ണിനായി ഓടി. ആദ്യം മാർക്ക് ബോ പന്ത് ഡാനിയൽ ഫ്ലെമിങ്ങിന്റെ കൈകളിൽ എത്തിച്ചു. ഫ്ലെമിംഗ് പന്ത് ആഡം ഗിൽക്രിസ്റ്റിന് കൈമാറി. ഈ സമയത്ത് അലൻ ഡൊണാൾഡിന് ഓടിയെത്താൻ കഴിഞ്ഞില്ല. ഡൊണാൾഡിന്റെ റണ്ണൌട്ടിൽ മത്സരം ടൈയിലായി. സൂപ്പർ 6-ലെ ജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക്. കലാശപ്പോരിൽ പാകിസ്ഥാനെ മറികടന്ന് ഓസ്ട്രേലിയ ലോക കിരീടമുയർത്തി. അലൻ ഡൊണാൾഡ് കരഞ്ഞു തീർത്ത് കളം വിട്ടു. അതിനേക്കാൾ നഷ്ടം അന്നത്തെ നായകൻ ഹാൻസി ക്രോണിയയ്ക്കായിരുന്നു. മറ്റാരേക്കാളും അയാൾ ലോകകപ്പ് അർഹിച്ചിരുന്നു. 2000-ൽ ക്രിക്കറ്റ് ലോകത്തെ നടുക്കിയ കോഴ വിവാദമുയർന്ന ദിനങ്ങൾ. ദക്ഷിണാഫ്രിക്കൻ നായകൻ ഹാൻസി ക്രോണിയായിരുന്നു പ്രധാന കുറ്റാരോപിതൻ. പിന്നാലെ ഒരു വിമാനാപകടത്തിൽ ക്രോണിയ കൊല്ലപ്പെട്ടു. അപകടത്തിന് പിന്നിലെ ദുരൂഹത ഇന്നും തുടരുകയാണ്. അന്ന് 1 റൺസ് അകലെ ഫൈനൽ പ്രവേശനം നഷ്ടമായതാണ്. പിന്നീട് ICC ടൂർണമെന്റുകളുടെ സെമിയിൽ ദക്ഷിണാഫ്രിക്ക വീണുകൊണ്ടിരുന്നു. ഒടുവിൽ 2024-ൽ T20 ലോകകപ്പിൽ സെമി ഫൈനലിലെ അഴിയാക്കുരുക്ക് മുറിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തി. ബാർബഡോസിൽ ചരിത്രം തിരുത്തുവാൻ പ്രോട്ടി സംഘം കളത്തിലിറങ്ങി. പക്ഷേ ഹിറ്റ്മാന്റെ നീലപ്പടയാളികൾക്ക് മുന്നിൽ ഏഡാൻ മാർക്കർത്തിന്റെ പോരാളികൾ വീണുപോയി. ചാമ്പ്യൻസ് ട്രോഫിയുടെ രാത്രിയിലും ഒന്നിനും അവസാനമാകുകയില്ല. ഈ പോരാട്ടം പ്രോട്ടീസ് തുടരണം. അഭിമാനത്തോടെ ക്രിക്കറ്റ് കളിക്കണം. അധികം കാത്തിരിക്കാതെ ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രകാശം ദക്ഷിണാഫ്രിക്കയിൽ ഉദിക്കുമെന്നുറപ്പാണ്.